എല്ലാവർക്കും ഒരു ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ റെണിഗുണ്ടയിലാണുള്ളത്. റെണിഗുണ്ടയിൽ നിന്ന് നമ്മൾ ആവടി കഴിഞ്ഞ് അമ്പത്തൂർ എന്ന സ്ഥലത്ത് പോവാണ് ട്രെയിൻ സ്പോട്ടിംഗ് ചെയ്യാൻ വേണ്ടി. ചെന്നൈയിലാണത്. അപ്പോൾ അത് 130 km/h ട്രെയിൻ സ്പോട്ടിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടാകും, ഞാൻ പറയാം. ഞാൻ ഇവിടെ നിന്ന് റെണിഗുണ്ടയിൽ നിന്ന് ചെന്നൈക്ക് പോകാൻ വേണ്ടി രാവിലെ ഒരു 6:45 വണ്ടിയുണ്ട്, ഗരുഡാദ്രി എന്ന് പറഞ്ഞത്. അതിന് ഞാൻ ബുക്ക് ചെയ്ത നേരത്ത് സ്ലീപ്പറായിരുന്നു. സ്ലീപ്പറിന് ബുക്ക് ചെയ്ത് 6 AC 7 ആയിരുന്നേ. എന്നിട്ട് 2-3 ദിവസം 6 AC മാറി കൺഫേം ആയി. എന്നിട്ട് ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് വന്നു, ചാർട്ട് റിപ്പയർ ആയെന്ന് പറഞ്ഞുകൊണ്ട് അപ്ഗ്രേഡ് ആയിപ്പോയി. പറയേ അത് നേരെ ഡയറക്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ആയി. സ്ലീപ്പറിൽ നേരെ 3rd AC അപ്ഗ്രേഡ് ആയി. ഈ ടിക്കറ്റ് എങ്ങനെ അപ്ഗ്രേഡ് ആക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഒരു നയ പൈസ കൊടുക്കാതെ സ്ലീപ്പറിൽ നിന്ന് AC 3rd AC നമുക്ക് യാത്ര ചെയ്യാം. ഞാൻ കള്ളം പറയുന്നൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് വേണ്ടതുണ്ട്, ഇവിടെ കൊടുത്തേക്കാം. ഞാനൊരു ട്രെയിനിൽ വ്യൂ എടുക്കാൻ വേണ്ടി മുന്നിൽ നിന്നപ്പോഴായിട്ട് ഇവരെല്ലാം കൂടെ മുന്നിൽ കയറിയത്. എൻ്റെ ഇതെന്ത് ഇത് കൊള്ളാം. ഇതാണ് ഗരുഡാദ്രി എക്സ്പ്രസ്. ഇത് തിരുപ്പതിയിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഈ വണ്ടി ശരിക്കും കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ചാമരാജനഗറിൽ നിന്ന് വിട്ട തിരുപ്പതി എക്സ്പ്രസ് ആണ്. അതാണ് നേരെ ഇവര് തിരുപ്പതി ചെന്നൈയായിട്ട് ഓടിക്കുന്നത്. മൈസൂർ ഡിവിഷൻ റേക്കാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ. അപ്പം ചാമരാജനഗർ തിരുപ്പതിയാണ് ഗരുഡാദ്രി ആയിട്ട് പോകുന്നത്. അപ്പം എനിക്ക് അപ്ഗ്രേഡായി കിട്ടിയ കോച്ച് B2 കോച്ചാണ്, 3rd AC കോച്ചാണ്. അപ്പോൾ നമുക്കത് എവിടെ നോക്കാം. ഏറ്റവും ബാക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് B2 2004 മെയ്ഡ് SWR കോച്ചാണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ സീറ്റുള്ളത്. ഈ വണ്ടി ഞാൻ പറഞ്ഞ മറ്റേ ചാമരാജ തിരുപ്പതി റേക്കാണ്. ഇതിലാകെ 3rd AC സ്ലീപ്പർ മാത്രമുള്ള ഫുള്ള്. 2nd AC ഫസ്റ്റ് AC വരെ ബുക്കിംഗ് ഉണ്ട്. തിരുപ്പതി ചെന്നൈ വരെ പോരെ, ചെറിയ ദൂരം വരെ ഫസ്റ്റ് AC 2nd AC 3rd AC സ്ലീപ്പർ ബുക്കിംഗ്. സ്ലീപ്പർ 3rd AC ഓക്കെ എന്ന് പറയാം. 2nd AC ഫസ്റ്റ് AC കാണിച്ചിട്ടുണ്ട്. നമ്മളിന്ന് മറ്റേ താൽഗുപ്പ മൈസൂരില്ല, അതൊക്കെ ഈ താൽഗുപ്പ മൈസൂർക്ക് ഈ സെയിം റേക്ക് വെച്ചാണ് വിളിക്കുന്നത്. താൽഗുപ്പ മൈസൂർ, പിന്നെ ചാമരാജനഗർ തിരുപ്പതി എല്ലാം ഈ ഒരു സെറ്റ് വെച്ച് റേക്ക് വെച്ചാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ 2nd AC കോച്ച്. കാണിച്ചു തരാം. 2nd AC വളരെ കുറച്ച് ആൾക്കാരുള്ളതുണ്ടോ. ഒട്ടുമിക്ക എല്ലാം വേക്കൻ്റാന്ന് പറയാം. കൂടിപ്പോയൊരു എത്ര പേര്, 5 അല്ലെങ്കിൽ 10 പേര് കാണാം, അതിക്കുള്ളില്ല. പിന്നെ അപ്പുറത്തുള്ളതിൻ്റെ ഫസ്റ്റ് AC ആണ്. അതിനകത്ത് ആരുമില്ല. അതിന് 12 സീറ്റ് എന്തോ വേക്കൻ്റാണ്. ഇപ്പം കണ്ടതേ താമ്പരത്തിൽ നിന്ന് കോയമ്പത്തൂർ വന്നൊരു സ്പെഷ്യൽ ട്രെയിനാണ്, പൊങ്കൽ സ്പെഷ്യൽ. അങ്ങനെ ആവടി എത്തിയിരിക്കുകയാണ്. ഇനി അമ്പാട്ടൂർ വേണം. അവിടെയാണ് നമ്മൾ ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ലോക്കലിൽ കയറി അപ്പോഴേക്കും എന്താണ്ട് ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ട്. ഒരു പാരലാണ് ഇപ്പോൾ കാണാൻ പോയിക്കാണ്. തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ആണ്. നമ്മൾ അമ്പത്തൂർ എത്തിയപ്പോഴേക്കും ആ വണ്ടി അങ്ങോട്ട് പാസ്സായി. ഇതൊരു കുഞ്ഞ് സ്റ്റേഷനാണ്, അമ്പത്തൂർ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് UTC പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇവിടെ കൗണ്ടറൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ചെന്നൈയിൽ നിന്ന് ഇവിടുന്ന കുറേ വണ്ടികളുടെയൊക്കെ റേക്കൊക്കെ ഇവർ അവിടെ കൊണ്ടിട്ടേക്കുക. ഇത് മറ്റേ നിസാമുദ്ദീൻ ഗരീബ്രതുണ്ട്, അതിൻ്റെ റേക്ക് ഇവിടെ കൊണ്ടിട്ടേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ രാവിലെ വന്നായിരുന്നാൽ കുറച്ചുകൂടെ അടിപൊളി വണ്ടി കിട്ടിയേനെ. കാരണം ചെന്നൈയിലോട്ട് പോകുന്ന വണ്ടികളൊക്കെ ഇപ്പോഴും കിട്ടും. ഇപ്പോൾ മറ്റേ ശതാബ്ദിയൊക്കെ വരും, നോക്കാം. ഫുള്ള് കൽക്കരിയോ അങ്ങനെ എന്തോ ആണ് ആ ഗുഡ്സ് ട്രെയിനിലുണ്ടാവും. നമുക്ക് ആദ്യം കിട്ടിയ ഐറ്റം ഗുഡ്സ് ട്രെയിനാണ്.
ഇപ്പോൾ WP4 വെച്ച് പോയത് നമ്മുടെ തിരുവനന്തപുരം സിൽച്ചർ അരുണ എക്സ്പ്രസ് ആണ്. ഈയിടെ LSP കിട്ടി, ഫുൾ LSP കോച്ച് അരുണ എക്സ്പ്രസ്. അത് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് പുറപ്പെട്ട വണ്ടിയാണ്. ഈ വണ്ടിക്ക് സിൽച്ചർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ടും റേക്ക് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ഈ സിൽച്ചർ കോയമ്പത്തൂർ നേരത്തെ തിരുവനന്തപുരം ഗോഹട്ടിയാണ്, അത് പിന്നെ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്താൽ കോയമ്പത്തൂരിലേക്ക്. ഇവിടെ എങ്ങനെയാണെന്നറിയാം, ഇവിടെ ഈ നല്ല സ്പീഡിൽ പോകുന്നത്, അതായത് അധികം സ്റ്റോപ്പില്ലാത്ത വണ്ടികളൊക്കെ മെയിൻ എക്സ്പ്രസ് ട്രെയിനുകൾ, അതായത് മെയിൻ എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ പോകുന്നത് ഈ 2 ലൈനിൽ കൂടെയാണ്. ആ കാണുന്നത് അപ്പ് ട്രാക്കും ഇത് ഡൗൺ ട്രാക്കും ആണ്. അപ്പോൾ ഇതാണ് മെയിൻ ലൈന്. അപ്പോൾ ഇതിലേ കൂടെയാണ് എക്സ്പ്രസ് ട്രെയിനുകൾ പോകുന്നത്. ഇത് ഫാസ്റ്റ് ലൈൻ എന്ന് പറയും. അപ്പുറത്ത് കാണുന്ന 2 ലൈനുണ്ട്. ഈ ഒരു ലൈനുണ്ട്, ഇതിന് അപ്പുറത്ത് ഒരു ലൈനുണ്ട്. ആ 2 ലൈന് സ്ലോ ലൈൻ എന്ന് പറയും. അതിൽ കൂടെയാണ് കൂടുതലും ഈ ലോക്കൽ ട്രെയിൻസ് പോകുന്നത്. ഈ സബർബൻ നെറ്റ്വർക്കുള്ള എല്ലായിടത്തും അങ്ങനെ, മുംബൈയിലും ചെന്നൈയിലും എല്ലായിടത്തും ഇങ്ങനെയാണ്. ഫാസ്റ്റ് ലൈനും സ്ലോ ലൈനും കാണും. ബാംഗ്ലൂർ ചെന്നൈ ശതാബ്ദിയാണ് പോയതുകൊണ്ട് ഇവിടെ ഒരു മെമു വരുന്നുണ്ട്. ഇത് നോക്കണേ, നല്ല വെറൈറ്റി ഒരു സാധനമാണ്, നോക്കണേ. ഇത് തിരുപ്പതിക്ക് പോകുന്നൊരു ഫാസ്റ്റ് മെമു ആണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിന് തിരുപ്പതിക്ക് മെമു ഉണ്ടെന്ന്. അപ്പോൾ ഇത് തിരുപ്പതിക്ക് പോകുന്നൊരു ഫാസ്റ്റ് മെമു ആണ്, ഫാസ്റ്റ് മെമു. നല്ല ഭംഗിയില്ല ഈ ഒരു ലിവറി കാണാൻ വേണ്ടിയിട്ട്. ഒരു വെള്ള കോച്ചിൽ ഇങ്ങനെ 2 റെഡ് ലൈൻ, നമ്മുടെ WP5 ആ ഒരു സ്കീം പോലത്തെ ഐറ്റം. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ പോയതൊരു കോട്ടയം ചെന്നൈ എഗ്മോർ ശബരിമല സ്പെഷ്യലാണ്. അതിൻ്റെ ലോക്കോപ്പയിലിൻ്റെ കണ്ടല്ലോ, ഹോണൊക്കെ അടിച്ച് ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. പുള്ളി ഹോണൊക്കെ അടിച്ച് ഒരു വെറൈറ്റി ഹോണും ലൈറ്റൊക്കെ ഇട്ട് തന്നു. അത് കണ്ടോ, 4 ലോക്കോ അടുപ്പിച്ച് ഒറ്റയടിക്കുവാണ്. ആരക്കോണം ഷെഡിലാണ് 4 ലോക്കോമോട്ടീവ്. എനിക്ക് തോന്നുന്നത് അത് ചെന്നൈ ഭാഗത്ത് പണിയെടുത്തിട്ട് ആരക്കോണം ഷെഡിലേക്ക് മെയിൻ്റനൻസിന് എന്തെങ്കിലും പോവായിരിക്കും. ഇപ്പോൾ ഒരു ഫ്രഷ് P4 വെച്ചൊരു വണ്ടി പോയില്ലേ, അത് മുംബൈ CST ചെന്നൈ സെൻട്രലിൽ പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്. ഫുൾ പറ്റിക്കലാണല്ലോ, എല്ലാം ഒറ്റയായിട്ട് പോവാണ്. അത് എങ്ങോട്ടും പോവാ. ഇപ്പോൾ പോയതൊരു MT റേക്കാണ്. അത് ലക്നൗ ചെന്നൈ എക്സ്പ്രസിൻ്റെ റേക്ക് എടുത്തിട്ട് അവർ എവിടെ കൊണ്ടിട്ടാണ് അത് തിരിച്ച് ചെന്നൈക്ക് കൊണ്ടുപോകാം.
നമുക്ക് വേണ്ടി ഈ ലോക്കലിൽ കയറി വേറൊരു സ്റ്റേഷൻ ഉണ്ട്, കോരട്ടൂർ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോയി ഇറങ്ങാം. അപ്പം ആ കോരത്തൂർ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഫാസ്റ്റ് ലൈനിൻ്റെ ഇവിടെ പ്ലാറ്റ്ഫോം ഇല്ലേ, മറ്റേ സ്ലോ ലൈനിൽ മാത്രമേ പ്ലാറ്റ്ഫോം ഉള്ളൂ. ഇത് കുഞ്ഞ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓർത്തില്ല, അത്യാവശ്യം സ്പീഡ് ഉണ്ടെന്ന് എഴുതി വന്നതാണ്. പക്ഷെ അപ്പുറത്തു കൂടെ പോകുന്ന വണ്ടി കിട്ടും, ഇപ്പുറത്തൂടെ പോകുന്ന വണ്ടി അറ്റപ്പറ്റയായിട്ട് കിട്ടുക, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, ചെങ്ങന്നൂർ ചെന്നൈ എഗ്മോർ ശബരിമല സ്പെഷ്യൽ ഫുൾ ജനറൽ കോച്ചാണ്. അത് ഒറ്റൊരു സർവീസ് മാത്രമേ ഉള്ളൂ. വേണ്ട വരുന്നത് കണ്ട. മകരവിളക്കിൻ്റെ തിരക്ക് കാരണം ഇട്ട ഒരു സർവീസാണത്. ചെങ്ങന്നൂർ ചെന്നൈ എഗ്മോർ, ചെങ്ങന്നൂർ തുടങ്ങുന്ന വണ്ടി. അവിടെ നല്ല കൂടുതലും അയ്യപ്പന്മാരൊക്കെ ഉള്ളത്. അപ്പോൾ അത് വൺ വേ ആണ്, ഒരു ഓട്ടം മാത്രമേ ഉള്ളൂ, ഒരു സർവീസ് മാത്രമേ ഉള്ളൂ. അതിനൊരു WAG7 ഗുഡ്സ് ലോക്കും ആയിരുന്നു പവർ. ഇപ്പോൾ ഒരു വെറൈറ്റി EMU കണ്ടില്ല, അത് BML എന്നൊരു കമ്പനിയുണ്ട്, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. അവർ ഉണ്ടാക്കി കൊടുത്തൊരു EMU ട്രെയിനാണ് കണ്ടത്. നല്ല സ്ഥലം കാണാൻ, നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട് കാണാൻ. പക്ഷെ ലോക്കൽ ട്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സംഭവമാണ് ശരിക്കും നല്ല ലുക്കാണ്, ഒരു ക്ലാസിക് ലുക്ക്. ഞാൻ അങ്ങ് ചെന്നൈ വരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്റ്റേഷനിലും മാറി മാറി ഇങ്ങനെ പോവാണ്. ഇവിടെ കാര്യമായിട്ടൊന്നും കളക്ഷനൊന്നും കിട്ടുന്നില്ല. ഏതാണ്ടൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ, നമുക്ക് അതും കൂടെ എടുത്തിട്ട് പോവാം. നമുക്കിനി ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് വില്ലിവാക്കം സ്റ്റേഷനിൽ പോവാം. എൻ്റെ പൊന്നെ 130 ഉണ്ടത്. മറ്റേ ബംഗളൂരു ചെന്നൈ ലാൽബാഗ് എക്സ്പ്രസ് അതാണ് പോയത്. ഓരോ ലോക്കലിലും ഓരോ ലുക്കാണ്. ഇത് ഫ്രഷ് ആയിട്ട് അവർ പെയിൻ്റൊക്കെ അടിച്ച് ഇറക്കി വേറെ ഏതൊരു ഐറ്റമാണ്. ഫ്രഷ് ആയിട്ട് ആ ഫ്രണ്ട് കോച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ലോക്കലല്ല കേട്ടോ, ഇത് ആരക്കോണം ചെന്നൈ സബർബൻ പോകുന്നൊരു പാസഞ്ചറാണ്, മെമു ആണ്, മെമു. വെള്ളിവാക്ക് എത്തിയപ്പോഴേക്കും ഒരു ഡീസൽ വണ്ടി വരുന്നുണ്ടോ, ഡീസൽ ലോക്കോ. നമ്മൾ കോരട്ടൂർന്ന് വിട്ട് തൊട്ടടുത്ത സ്റ്റോപ്പാണ് വില്ലിവാക്കം. ഇവിടെ ഇന്ന് കുഴപ്പമില്ല വീഡിയോ എടുക്കാൻ കേട്ടോ. മറ്റിടത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഫുൾ ഒബ്സ്ട്രക്ഷൻസ് ആണ്. ഇവിടെ ഇന്ന് കുഴപ്പമില്ല, ഇവിടെ നിന്ന് സുഖമായിട്ട് എടുക്കാം. ഇനി ഒരു 1:30 വരെ വണ്ടിയൊന്നുമില്ല. ഇതാണ് വില്ലിവാക്കം സ്റ്റേഷൻ്റെ എൻട്രൻസ് കണ്ടോ, കുഞ്ഞ സ്റ്റേഷൻ. ഇവിടെ ബിൽഡിംഗ് ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. ഇവിടെ കണ്ടോ ഫുള്ളൊരു അഴുക്ക് പിടിച്ചൊരു കുളം. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് 2 ഓട്ടോ കിടപ്പുണ്ട്. ഇവിടെ അങ്ങ് കടയൊന്നുമില്ല, ഫുള്ള് വീടുകളാണ് കേട്ടോ. നമുക്ക് ഊണ് കഴിക്കാൻ വല്ല കട വല്ല ഉണ്ടെന്ന് നോക്കാം. ഇവിടെ അടുത്തൊന്നും കടയില്ല. ഇവിടെ നോക്കി, ഞാനിവിടെ ഒരു ബാഗ് വെച്ചിട്ട് ഇവിടെ ഒരു ഒറ്റ ചായക്കട പോലും ഇല്ല കേട്ടോ. ഞാനുണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ സൊമാറ്റോ ആപ്പ് എടുത്തിട്ട് അതിൽ ഓർഡർ ചെയ്തു, മറ്റേ സബ്വേ ഓർഡർ ചെയ്തിട്ട് ഞാനിവിടെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് അപ്പോൾ അവർ കൊണ്ടുതരും. ഒറ്റ കട പോലും ഇല്ല. ഒരു സ്റ്റേഷനറി കടയുണ്ട്, അവിടെ ഒരു ചായ പോലും ഇല്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, എന്തുവാല്ല ഒന്നുമില്ല. ഇപ്പോൾ ഓർഡർ ചെയ്തിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 12-1 മണി വരെ വണ്ടിയൊന്നുമില്ല. ഇനി ഒന്നര കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് ചാറപ്പറ ഡിപ്പാർച്ചർ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇനി തിരിച്ച് ചെന്നൈക്ക് വന്നു വെച്ചു. ഇവിടെ ഈ ഒരൊറ്റ കടയുള്ളൂ, അവിടെ ചിപ്സും കുന്നുമൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഗോൾഡ് സ്മിത്ത് വർക്ക്സ് എന്ന് പറഞ്ഞൊരു മറ്റേ സ്വർണ്ണപ്പണിക്കാരുടെ ഒരു കടയുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ സബ്വേ കിട്ടി കേട്ടോ, ആ പുള്ളി കൊണ്ട് തന്ന്. ഇങ്ങോട്ടേക്കൊക്കെ മെട്രോ പണിയുന്നുണ്ടോ, ഇതുണ്ടോ മെട്രോ വർക്ക് നടക്കുകയാണ്. അപ്പം ഇങ്ങോട്ട് മെട്രോ ലൈൻ വരുന്നുണ്ട്. ഇവരിങ്ങനെ മെട്രോ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക.
നമ്മൾ അതിന് ദിവസം കോയമ്പത്തൂർ കാണുന്ന വണ്ടിയാണ്, കോയമ്പത്തൂർ ചെന്നൈ ഇന്റർസിറ്റി. അടുത്ത ഐറ്റം വരുന്നുണ്ട്. ഇത് നേരത്തെ പോയ ആ മുംബൈ വണ്ടിയാണ്. ഇനിയിപ്പോൾ ചെന്നൈ മുംബൈ ആയിട്ട് ഇപ്പം ചെന്നൈ മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ് കണ്ട് വരുന്നുണ്ട്. ആ ലോക്കലും ട്രെയിനും കൂടെ മത്സരം തോന്നുന്നു കേട്ടോ. അത് സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ആ കോച്ചിൽ CR എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ കോച്ചും CRന്റെ കോച്ചാണെങ്കിൽ അത് സെൻട്രൽ റെയിൽവേയുടെ വണ്ടിയാണ്. നമ്മൾ രാവിലെ വന്ന വണ്ടി SWRന്റെ കോച്ചല്ലായിരുന്നു, അതെല്ലാം SWRന്റെ കോച്ചാണ്. ആ വണ്ടി ശരിക്കും താൽഗുപ്പേന് മൈസൂർ വന്നിട്ട്, എന്നിട്ട് മൈസൂരിൽ നിന്ന് ചാമരാജ് നഗർ പോയിട്ട് ചാമരാജ് നഗറിൽ നിന്ന് തിരുപ്പതി വന്ന്, പിന്നെ തിരുപ്പതിയിൽ നിന്ന് ഇന്ന് വൈകിട്ട് പിന്നെയും ചാമരാജ് നഗർ പോകും. എന്നിട്ട് ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ ഇങ്ങനെ മൊത്തം കവർ ചെയ്യും. അതാണ് റേക്ക് ഷെയറിങ്. അടിപൊളി. രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട്, അപ്പുറ സൈഡിൽ ഇപ്പുറ സൈഡിൽ നിന്ന്. ഇത് രണ്ടും കിട്ടാത്ത അവസ്ഥയിൽ പോവല്ലോ. ഇത് ഗുഡ്സ് ട്രെയിനാണ്, അടിപൊളി. അപ്പോൾ മറ്റേത് കിട്ടൂല. ഈ വണ്ടി കുറച്ച് പയ്യെ പോയി. ഇത് പോയത് നമ്മുടെ മംഗലാപുരം പോകുന്ന ചെന്നൈയിൽ നിന്ന് വിടുന്ന വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ്. ഇപ്പോൾ പോയത് മൈസൂർ സൂപ്പർ ഫാസ്റ്റ് ഇൻ്റർസിറ്റിയാണ്. ഈ രാവിലെ ഈ വരുന്ന ഇൻ്റർസിറ്റി വണ്ടികളെല്ലാം ഉച്ചയ്ക്ക് വന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ച് വൈകിട്ട് പോകും. അങ്ങനെയാണ് രാവിലെ കണ്ട വണ്ടിയെല്ലാം ഉച്ച കഴിഞ്ഞ് കാണും. ഞാനിതെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് RF ചെയ്യുന്നത്. എനിക്ക് രാത്രിയിലുള്ള വണ്ടി രാത്രി 10:30 ഞാൻ ബോധിനായക്കന്നൂർ പോയില്ലേ, അപ്പോൾ മറ്റേ ആ AC വണ്ടിയിൽ കയറണം ഞാനെന്ന് പറഞ്ഞില്ലായിരുന്നു, ആ വണ്ടിയാണ്. ചെന്നൈ ബോധിനായക്കന്നൂർ AC സൂപ്പർ ഫാസ്റ്റാണ്. ഫുൾ AC ആണ് ആ വണ്ടി. ആകെ 2, 3, കൂടി ഇപ്പോൾ 4 കണ്ടുള്ളൂ സ്ലീപ്പർ, ബാക്കിയെല്ലാം AC ആണ്. അപ്പോൾ അതിലാണ് അടുത്ത യാത്ര ബോധിനായക്കന്നൂർ. നമ്മൾ പോകുന്ന വഴിക്ക് ഇലക്ട്രിഫിക്കേഷൻ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇലക്ട്രിഫിക്കേഷനൊക്കെ ആയാൽ ബോധിനായക്കന്നൂർ നല്ല കാഴ്ചകളൊന്നും കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ വൺ ലാസ്റ്റ് ടൈം ഞാൻ കോൾ ചെയ്ത് പോകുന്നതിന് മുമ്പേ ഒന്ന് പോയിട്ടില്ലെന്ന് വിചാരിച്ചു. നേരത്തെ കണ്ട ഒരു ചെന്നൈ മൈസൂർ വണ്ടിയിലായിരുന്നു സൂപ്പർ ഫാസ്റ്റ്. ഇത് അതിൻ്റെ നേരെ അപ്പുറത്തെ വണ്ടി.
മൈസൂർ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. ഇനി ഇതാണ് വൈകിട്ട് ലാൽബാഗായിട്ട് തിരിച്ചു പോകുന്നത്. ഞാൻ ശരിക്കും നാട്ടിൽ പോകാൻ വണ്ടിയാണ് നോക്കിയത്. പൊങ്കൽ ടൈമല്ലേ, ഒറ്റ വണ്ടിക്കും ടിക്കറ്റില്ല, ഒറ്റ വണ്ടിക്കുള്ള ടിക്കറ്റില്ല. കുറേ വണ്ടി നോക്കി, ലാസ്റ്റ് നോക്കി ഈ വണ്ടിക്ക് നോക്കിയപ്പോൾ ഇതിന് സീറ്റ് കിടപ്പുണ്ട്, AC സീറ്റ് കിടപ്പുണ്ട്, സ്ലീപ്പറിനില്ല. സെക്കൻഡ് AC സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്ത ടിക്കറ്റ്. ഇപ്പോൾ ബോധിനായക്കനൂർ ആയാലും അവിടെ കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങളുടെ അവിടെ നിന്ന് ബസ് കിട്ടും. അവിടെ നിന്നൊരു കൂടിപ്പോയൊരു 4-4.5 മണിക്കൂർ എടുക്കും വീടെത്താൻ വേണ്ടി. അപ്പോൾ രാവിലെ ഒരു 11 മണിക്ക് അടുത്ത് വൈകിട്ട് ഒരു 4 മണി റേഞ്ചിൽ വീട്ടിലെത്താം. എല്ലാ ലോക്കലും ഇവിടെ ഫുള്ളാണ് കേട്ടോ. അതായത് ചെന്നൈ ഭാഗത്തോട്ട് പോകുന്ന ലോക്കലാണ് സ്കൂളും ഫുള്ള്. ഇങ്ങോട്ട് വരുന്ന അത്ര ഫുള്ളൊന്നുമില്ല, ഉച്ചയായിട്ട് ഫുള്ളാണ്. അപ്പോൾ അടുത്ത വണ്ടി വരുന്നുണ്ട്, ഏതോ WAG 5 വെച്ചാന്ന് തോന്നുന്നു വരുന്നത്, നോക്കട്ടെ. ഇതാ അമ്പത്തൂർ കിടന്ന റേക്കാണ്. അതൊരു WAG 5 ഗുഡ്സ് ലോക്ക് വെച്ചിട്ട് കൊണ്ടുപോകാം അങ്ങോട്ട് ചെന്നൈ ഭാഗത്തോട്ട്. ഈ സാധനം എന്തായാലും നല്ല കിടു ലുക്കാണ് കേട്ടോ. പക്ഷെ ഫുള്ള് ചെടിയും പൊടിയൊക്കെയാണ്. ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല കിടില ലുക്ക്. റെയിൽ ഫാരിങ് ഒക്കെ മതിയാക്കി ഇനി നേരെ ചെന്നൈ സെൻട്രൽ സബർബൻ സ്റ്റേഷനിലേക്ക് പോവാണ്. ചെന്നൈ സെൻട്രൽ സബർബൻ സ്റ്റേഷനിൽ ഞാൻ പോയിട്ടില്ല, അപ്പം അങ്ങോട്ടേക്ക് പോവാം. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് 25 രൂപയാണ്. സാധാരണ നോർമൽ ക്ലാസ്സിന് 5 രൂപയാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ച് കയറി. ഇത് പുതിയ EMU ആണ്. ICFൻ്റെ 2023 ബിൽഡ് ചെയ്തൊരു പുതിയ EMU ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ഇൻറ്റീരിയറാണ്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ കുഷൻ സീറ്റ് ഉണ്ടാവും. സാധാരണ നോർമൽ ക്ലാസ്സിൽ ഇത് കാണത്തില്ല, കുഷൻ സീറ്റ് കാണത്തില്ല സെക്കൻഡ് ക്ലാസ്സിൽ. ഈ ഭാഗത്താണ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി, പിന്നെ പെരമ്പൂർ ലോക്കോ വർക്ക്സ് ഒക്കെ നടക്കുന്നത് ഇവിടാണ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പെരമ്പൂർ എത്തിയിരിക്കുകയാണ്. ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് SMVT ബംഗളൂരു പോകുന്ന ദാനാപൂർ എന്ന് പറഞ്ഞ സംഘമിത്ര എക്സ്പ്രസ് ആണ്. ഫുള്ള് ബംഗാളികളാണ്, ബംഗാളികൾ പിന്നെ ആസാമിൽ നിന്നുള്ളവർ, അങ്ങനെ എല്ലാവരും ആണ്. അപ്പോൾ ആ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടോ. ഈ വണ്ടി ചെന്നൈ പോകത്തില്ല, ഇത് പെരമ്പൂരിന് മറ്റേ ബേസിൻ ബ്രിഡ്ജ് അങ്ങനെ തിരിഞ്ഞിട്ട് നേരെ ആന്ധ്ര ഭാഗത്തോട്ട് പോകുന്ന വണ്ടിയാണ്. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈ സെൻട്രൽ സബർബൻ സ്റ്റേഷനാണ്. അപ്പുറത്തുള്ളത് ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ. ഇവിടെ അപ്പുറത്തെ സെൻട്രൽ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിനെ കുറച്ച് പാർട്ടീഷൻ പോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെ അതിൻ്റെ കണ്ടിന്യൂസ് പ്ലാറ്റ്ഫോമാണ് ഇവിടെ വരുന്നത്. അതായത് 11, 12, 13, 14, 15 കണ്ട, ഇങ്ങനെയാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത്. അങ്ങനെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് നിർത്തുകയാണ്. അടുത്ത വീഡിയോ ചെന്നൈ ബോധിനായക്കനൂർ AC വണ്ടിയുടെ വീഡിയോ ആണ്. ബോധിനായക്കനൂർ നമ്മുടെ മൂന്നാറിനൊക്കെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ആ വീഡിയോക്കായിട്ട് കാത്തിരിക്കുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം. ഈ ഒരു ചെറിയ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. സാധിച്ചിട്ടുണ്ട് പറയണേ. ബൈ.